കൂടി കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ. നവംബർ ഡിസംബർ മാസങ്ങളിലായി 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഇലക്ഷൻ കമ്മീഷന്റെ നീക്കം. കേട്ടില്ലേ? കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇതുവരെ നമ്മളെ തിരിഞ്ഞു നോക്കാത്ത വെള്ളയുമിട്ട നിർഗുണന്മാർ ഓരോരുത്തരായി വന്നു തുടങ്ങും. കല്യാണ വീട്ടിലും മരിച്ച വീട്ടിലും അവർ അഭിനയിച്ച് തിമിർക്കും. 5 വർഷം കൊണ്ട് ജനമെല്ലാം മറക്കും എന്നിവന്മാർക്ക് നന്നായി അറിയാം. നമ്മുടെ കൈവിരലിൽ മഷിപ്പിരളാതെ ഒരുത്തനും നിയമസഭയിലോ പഞ്ചായത്ത് ഓഫീസിലോ എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത്തവണയെങ്കിലും വിവേകപൂർവ്വം വോട്ട് ചെയ്യുക. വോട്ട് തേടി പുഴുങ്ങിയ ചിരിയുമായി വീട്ടുമുറ്റത്ത് കയറി വരുന്ന ധവള വസ്ത്രധാരിക്ക് ഒരു നേതാവിനു വേണ്ട ഈ പറയുന്ന ക്വാളിറ്റികളുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒന്നാമതായി, പ്രതിസന്ധി ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ്. രണ്ടാമതായി, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ്. മൂന്നാമതായി, സ്ഥിരോത്സാഹവും ദൃഢനിശ്ചയവും. അവസാനമായി, ധാർമ്മിക മൂല്യങ്ങളും കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ആർജവവും. ഇതൊന്നുമില്ലാതെ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയതിന്റെയും കൊടി പിടിച്ചതിന്റെയും യോഗ്യത പറഞ്ഞ വോട്ട് ചോദിച്ചു വരുന്നവനോട് ധൈര്യമായി പറഞ്ഞോളൂ, കടക്കു പുറത്ത്. വായടച്ച് വെറുതെ പോയി വോട്ട് ചെയ്യാൻ നമ്മൾ അടിമകളല്ല, ഈ ദേശത്തിന്റെ ഉടമകളാണ്. മാറുന്ന കാലത്ത് മാറ്റത്തിന്റെ ശബ്ദമാവുക, പാർട്ടിക്ക് അതീതമായി ചിന്തിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ ആശയത്തോട് യോജിക്കുന്നുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.